2025 ഇതുവരെ ഒരു ട്രിപ്പ് പോയില്ലല്ലോ എന്ന് വെച്ച് പ്ലാൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾ വെച്ചത് ഇത്തവണ നമുക്ക് മാക്കനോ ഐലൻഡിൽ പോയേക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് മാക്കനോ ഐലൻഡിലെത്തി. ഡ്രൈവ് ചെയ്തെത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മാക്കനോ സിറ്റിയിലോട്ടാണ് ആദ്യം പോയത്. മാക്കനോ സിറ്റിയിൽ വന്നിട്ട് നമ്മൾ ഷെപ്പേഴ്സിൻ്റെ ബോട്ട് എടുത്ത് പോകാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ മാക്കനോ സിറ്റിയിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഈ പാത്ത് വേയിലൂടെ എല്ലാം ഒന്ന് നടന്ന് അവിടെ നിന്നൊരു പിzzയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ബോട്ട് ഏരിയയിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു അതിനകത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് ചെല്ലുമ്പോൾ അവർ ടെമ്പററി പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ നിർത്തി നമ്മുടെ പെട്ടിയുമായിട്ട് അവർ പോകും. എന്നിട്ട് നമ്മളോട് പറയും നേരെ കൊണ്ടുപോയി ഒരു പെർമനൻറ്റ് പാർക്കിംഗ് ലോട്ടിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തേക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്, അവിടെ പോയി പാർക്ക് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് താഴെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. ഡോക്കിനോട് അടുക്കാറെത്തി. മാക്കനോ ഐലൻഡിൻ്റെ ഡോക്ക് എത്താറായി. നമ്മളിപ്പോൾ അങ്ങോട്ട് പാർക്ക് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് സ്മോക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ താഴെയാണ് ഇരുന്നത്. അപ്പോൾ എന്നാലും നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് നടന്നങ്ങനെ ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ ആക്ച്വലി പിക്ചർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഫോട്ടോ എടുത്തു തുടങ്ങിയത്. ഇതിൻ്റെ ചുറ്റും നല്ല ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇത്തവണ ഞാൻ കണ്ടത് എല്ലാ ഹോട്ടലിൻ്റെയും പുറത്ത് നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോർജ് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടി, കാരണം ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ഐലൻഡ് ഹൗസ് ഹോട്ടലിലോട്ട് എത്തി. ഇത് ഐലൻഡ് ഹൗസ് ഹോട്ടലിൻ്റെ ഒരു വ്യൂ ആണിത്. ഇത് ആക്ച്വലി 1852 ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. അവരത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സൊക്കെ ആയിട്ടും ഔട്ട്സൈഡ് പെയിൻറ്റ് ചെയ്തും ഇൻസൈഡൊക്കെ നല്ല ഫർണിച്ചറും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു ഭംഗി. ഇത് ചുറ്റും ഫ്ലവേഴ്സാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ പുറത്തോട്ട് നല്ല വ്യൂവും കാണാൻ പറ്റും. നല്ല വ്യൂ. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് എക്സ്പെൻസീവ് ഹോട്ടലാണ്. നമുക്കിവിടെ ഒരു ഡോർമാനെ കിട്ടി. ആക്ച്വലി റോളിക്ക് എനിക്ക് ഡോറ് തുറന്ന് തരണമെന്ന് വലിയൊരാഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് എടുത്തോളാൻ. ഇത് ഔട്ട്സൈഡാണ്. ഇവിടെ ആൾക്കാർ എപ്പോഴും ഇരിക്കും ആ വ്യൂവിന് വേണ്ടി അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ശരിക്കും ഒരു നല്ലൊരു വീട് പോലാണ് ഫീൽ ചെയ്ത്. ഇതിനകത്ത് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടായിരുന്നു. അപ്പം നല്ല ഭംഗിയാണ്. ഇതിനകത്തൊരു 2 റെസ്റ്റോറൻറ്റും ഉണ്ട് ഇതിനകത്ത് തന്നെ. ആസ് യൂഷ്വൽ റീസ്മോൾ ഫേവറേറ്റ് സ്ഥലത്തിരുന്നു. റോളിൽ കറങ്ങി അടിച്ച് നടക്കുന്നു. ജോർജ് റിസപ്ഷൻ ഏറിയാലും റോഹൻ തളർന്ന് പെട്ടിയെല്ലാം പിടിച്ചും ബാഗ് പിടിച്ചും തളർന്നിരിക്കുന്നു. ഞാനാണെങ്കിൽ കറങ്ങി നടന്ന് വീഡിയോ എടുക്കുന്നു. ഞങ്ങളിപ്പോൾ പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂം കിട്ടി. ഞങ്ങൾ നേരെ ഇപ്പം 3rd ഫ്ലോറിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് 3 നിലയുള്ളെന്നാണ്. പക്ഷേ വന്നപ്പോഴാണ് മനസ്സിലായത് 3rd ഫ്ലോറല്ല 4th ഫ്ലോറിലാണ്. 3rd ഫ്ലോറിൽ ചെന്നിട്ട് നമ്മൾ നടന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം 4th ഫ്ലോറിൽ ചെല്ലാൻ. അത് ആക്ച്വലി ഒരു ആറ്റിക് പ്ലേസ് ആണ്. അതുകൊണ്ടാണ് 4th ഫ്ലോർ അങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടോട്ട് സ്റ്റെപ്പൊക്കെ കയറി മേളിലോട്ട് കയറി. ഇവിടെ